ഇടതുപക്ഷത്തെ തലോടിയും ആചാരം സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്ന് നടത്തിയ മാരത്തോൺ പര്യടനത്തിനിടെ ഒരിടത്തും രാഹുൽ CPM-നെ വിമർശിച്ചില്ല. ശബരിമലയുടെ പേരെടുത്ത് പറയാതെയാണ് ആചാരം സംരക്ഷിക്കാൻ കോൺഗ്രസ് നിലകൊള്ളുന്നതെന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. CPM-നെ വിമർശിക്കില്ലെന്ന് വയനാട്ടിൽ പറഞ്ഞത് പാലിച്ചും ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചുമായിരുന്നു രാഹുലിന്റെ പ്രചാരണം. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിലെ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ആചാര സംരക്ഷണത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത്. ആരുടെയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് എന്നാണ് കോൺഗ്രസ് നിലപാട്. You defend your ideas, but you respect other people's ideas. And the Congress Party believes in allowing all people to express their faith, express their belief, express their sentiments. പതിവ് പോലെ BJP-യെ കടന്നാക്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ഒരു യോഗത്തിൽ പോലും CPM-നെ വിമർശിച്ചില്ല. രാവിലെ പത്തനാപുരത്തെ യോഗത്തിൽ CPM-ന് കൂടി നന്ദി പറഞ്ഞായിരുന്നു തുടക്കം. Thank every single Keralite, regardless of whether he is in the Congress, CPM or any other party. I want to thank every single Keralite for giving me the honor, allowing me the honor to represent your voice. പത്തനാപുരത്തെയും പത്തനംതിട്ടയിലെയും യോഗങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലെത്തിയതോടെ ഒരു പടി കൂടി കടന്നു. BJP ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം അതൊരിക്കലും ചെയ്യില്ലെന്നായിരുന്നു പ്രശംസ. Main fight in this country today is to stop the BJP and the RSS. But the left has never done what the RSS is doing. The left has never questioned the institutions of this country. The left has never questioned the constitution of this country. യോഗങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി വിശദീകരിച്ചായിരുന്നു പ്രസംഗം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. 3 മാസം കൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റിപ്പറഞ്ഞ രാഹുൽ ഗാന്ധി ജനുവരി 29 കൊച്ചിയിലെ പൊതുയോഗത്തിൽ കേരളത്തിൽ നല്ല സ്കൂളും ആശുപത്രിയും ഉണ്ടോ എന്ന് ചോദിച്ച രാഹുൽ ഇന്ന് പറഞ്ഞത് കേരളം എല്ലാ കാര്യത്തിലും മാതൃകയാണ് എന്നാണ്. Kerala must not be divided. Where are the jobs? Where are the hospitals? Where are the education institutions? Where is the future of this? 3 മാസം മുൻപ് കൊച്ചിയിൽ കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രവർത്തകരുടെ യോഗത്തിലെത്തിയപ്പോഴായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യസ്ഥിതിയിൽ പോരായ്മകളുണ്ടെന്ന് രാഹുൽ പറഞ്ഞത്. കേരളത്തിൽ നല്ല സ്കൂളുകളും ആശുപത്രികളും ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇത്തവണ രാഹുൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും എല്ലാം മാതൃകാപരമായ സംസ്ഥാനമാണ് എന്നാണ്. Best education system, highest level of literacy, that is Kerala. And in a way, that is a very important lesson for the rest of India. Look at the outside world with confidence. കൊച്ചിയിലെ പ്രസംഗത്തിനു ശേഷം അമേഠിയിലെ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുലിന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നത്. ന്യൂസ് 18 പത്തനാപുരം. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ മഹിമ കണ്ട് ഇങ്ങോട്ട് വന്നത് ആരെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ശക്തി വയനാട്ടിൽ കാണാം. രാഹുൽ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പിണറായി പാലക്കാട്ട് പറഞ്ഞു. കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കേണ്ടത് കൂട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാനാ? ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണോ ഇപ്പൊ നൽകേണ്ടത്? നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ഒന്നും തകർക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. നിങ്ങൾ 20-ൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്ത് എന്ന്. ചുറ്റിക അരുവാൾ നക്ഷത്രത്തിനും നെൽക്കതിൽ അരുവാളിനും വോട്ട് ചെയ്യുന്നവർ ഒറ്റപ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് AK ആന്റണി. മോദിയെ എതിർക്കുന്ന നട്ടലുള്ള ഒരേയൊരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും ഇത്തവണ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം. ഇഷ്ടം പോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോളൂ എന്നും ആന്റണി ആലപ്പുഴയിൽ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വോട്ടർമാർ മാത്രമല്ല, ഇടതുപക്ഷ അനുഭാഗങ്ങളെ വോട്ടർമാരും പരമ്പരാഗതമായി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും നെൽക്കതിൽ അരിവാളിനും വോട്ട് ചെയ്യുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ ഇഷ്ടം പോലെ ഒടിയും. ഇത്തവണ എല്ലാം മറന്ന് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചിഹ്നം മാറി കൈപ്പത്തി വോട്ട് ചെയ്ത് ഷാനിമോളിനെ പ്രസംഗ പരിഭാഷാ ദുരന്തത്തിൽ കുടുങ്ങി PJ കുര്യനും. പത്തനംതിട്ടയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ പരിഭാഷയിൽ പലപ്പോഴും കുര്യന് നാക്കുപഴിച്ചു. ബഹളം മൂലം പ്രസംഗം കേൾക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായതെന്ന് കുര്യൻ പറയുന്നു.
He's never made an aircraft in his life. പാർട്ടി പറയുന്നത് കുര്യനും കുര്യൻ പറയുന്നത് പാർട്ടിയും കേൾക്കുന്നില്ല എന്നായിരുന്നു രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നപ്പോഴുള്ള പരാതി. അത് അക്ഷരാർത്ഥത്തിൽ നേരിട്ട് കാണുകയായിരുന്നു പത്തനംതിട്ടക്കാർ. രാഹുലിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേദിയിൽ കയറിയ കുര്യന് തുടക്കം മുതൽ പിഴച്ചു. പരിഭാഷ പിഴച്ചതോടെ പരിഭ്രമം കൂടി. പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് PJ കുര്യൻ വഴിമാറുകയും ചെയ്തു. പ്രസംഗം കേൾക്കാൻ കഴിയാഞ്ഞതാണ് തെറ്റുകൾക്ക് കാരണമെന്നാണ് കുര്യൻ നൽകുന്ന വിശദീകരണം. വാക്കുകൾ അവ്യക്തമായപ്പോൾ പ്രവർത്തകർ കൂവി വിളിച്ചു. പരിഭാഷയ്ക്ക് മറ്റൊരാളെയാണ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നതെങ്കിലും PJ കുര്യൻ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നല്ല പുസ്തകത്തിലായിരുന്നില്ല ഏറെക്കാലമായി കുര്യൻ. ന്യൂസ് 18 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു കൊട്ടിക്കലാശം. 13 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതും. തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. വിദ്വേഷ പ്രസംഗങ്ങളെ തുടർന്ന് നേതാക്കളെ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ശക്തമാക്കിയതിനിടെയാണ് രണ്ടാം ഘട്ട പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണത്. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമാണ് പര്യടനം നടത്തിയത്. അമിത്ഷാ കർണാടകത്തിലെ പ്രചാരണത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി കേരളത്തിലായതിനാൽ മറ്റു നേതാക്കൾ കോൺഗ്രസിനു വേണ്ടി കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ 4 സംവരണ മണ്ഡലമാണ്. മഹാരാഷ്ട്രയിലെ 10 അസം, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം സമാപിച്ചു. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഉധംപൂർ മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ. സുപ്രീംകോടതി വിധിയുടെ മറവിൽ കേരള സർക്കാർ അക്രമങ്ങൾ കാണിച്ചു. ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ നടപടിയെടുക്കും. ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അമിത്ഷാ പറഞ്ഞു. केरल की सरकार ने भी सबरीमाला के श्रद्धालुओं पर सुप्रीम कोर्ट के ऑर्डर के बहाने बहुत सारे झूठ ढाने का काम किया है कि भारतीय जनता पार्टी सबरीमाला के श्रद्धालुओं के साथ चट्टान की तरह हर संघर्ष के अंदर खड़ी है और उनके हर संघर्ष के अंदर कंधे से कंधा मिलाकर भारतीय जनता पार्टी संघर्ष करने के लिए तैयार है. आस्था और विश्वास के विषय को संवैधानिक संरक्षण मिले, इसके लिए भारतीय जनता पार्टी कटिबद्ध है कि सबरीमाला के मंदिर की पवित्रता नष्ट करने का जो कार्यक्रम कम्युनिस्ट सरकार ने चलाया है, भारतीय जनता पार्टी उसका पुरजोर विरोध करती है और हम इसके लिए कोई भी संघर्ष करने के लिए तैयार है. ശബരിമല വിഷയം പ്രചരണ ആയുധമാക്കിയെന്നാരോപിച്ച് പ്രധാനമന്ത്രിക്കെതിരെ CPM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശബരിമലയെയും അയ്യപ്പനെയും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ നിർദ്ദേശം പ്രധാനമന്ത്രി ലംഘിച്ചു എന്ന് കാട്ടിയാണ് പരാതി. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷാക്കെതിരെ മുസ്ലിം ലീഗും പരാതി നൽകി. केरल में उन्होंने फरमान जारी किया है, कोई भगवान अयप्पा का नाम नहीं देगा, कोई शबरीमाला नहीं बोले, अगर बोलेगा तो केरल में जेल में ठूस दी. वहां के कैंडिडेट को 15 दिन तक जेल में बंद किया. कांग्रेस, कम्युनिस्ट एंड मुस्लिम लीग आर प्लेइंग अ डेंजरस गेम regarding the Sabarimala temple. തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാന വിഷയമാക്കാനുള്ള BJP തീരുമാനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്കെതിരെ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിശ്വാസത്തെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണ വിഷയമാക്കുന്നതിലൂടെ ഒരു വിഭാഗം വിശ്വാസികളുടെ മാത്രം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രിയെന്ന് CPM പരാതിയിൽ പറയുന്നു. ശബരിമലയെയും അയ്യപ്പനെയും തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ നിർദ്ദേശം പ്രധാനമന്ത്രി ലംഘിച്ചു. ചട്ടലംഘനത്തിന് മറ്റു നേതാക്കൾക്കെതിരെ സ്വീകരിച്ചതിന് സമാനമായ നടപടി പ്രധാനമന്ത്രിക്കെതിരെയും വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. വയനാടിനെ പാകിസ്ഥാനുമായി ഉപമിച്ച അമിത്ഷായ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് കമ്മീഷന് പരാതി നൽകിയത്.
We have demanded the Election Commission of India to ban Mr. Amit Shah for all campaigns, take strict action against him. ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രസ്താവന നടത്തിയതിന് ഷായുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും ലീഗ് നൽകിയ പരാതിയിൽ ആവശ്യമുണ്ട്. ന്യൂസ് 18 ഡൽഹി. ന്യൂസ് 18 നേതാബ് സർവേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. കൂടുതൽ ശക്തമാക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് 59.11% പേർ. തൃപ്തികരമെന്ന് 29.09% പേർ അഭിപ്രായപ്പെട്ടു. കണ്ണേ കരളെ മുദ്രാവാക്യത്തോടെ പിണറായിയെ എതിരേറ്റ് പാലക്കാട് എലപ്പുള്ളിയിലെ പാർട്ടി പ്രവർത്തകർ. മുൻപ് VS-നെ അഭിവാദ്യം ചെയ്ത പ്രവർത്തകർ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യമാണ് ഇപ്പോൾ പിണറായിക്കായി ഏറ്റുവിളിക്കുന്നത്. കണ്ണേ കരളെ VS-ന് വേണ്ടി പ്രവർത്തകർ കേരളത്തിലുടനീളം ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യം മെല്ലെയൊന്ന് മാറുകയാണ്. LDF-ന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ഇപ്പോഴത്തെ താരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവർത്തകരുടെ കണ്ണും കരളും. VS-നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാക്കി മാറ്റിയ മലമ്പുഴ മണ്ഡലത്തിലെ എലപ്പുള്ളിയിലാണ് പിണറായിക്കായി കണ്ണേ കരളെ മുദ്രാവാക്യം മുഴങ്ങിയത് എന്നത് രാഷ്ട്രീയ കൗതുകമുള്ള കാഴ്ചയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും താരപ്രചാരകൻ VS ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് പിണറായി ആയി മാറുന്നു എന്നതും മറ്റൊരു മാറ്റമാണ്. മുൻപ് പോസ്റ്ററുകളിലും ബാനറുകളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം VS നിറഞ്ഞു നിന്നെങ്കിൽ ഇപ്പോൾ അവിടെയും പിണറായിയാണ് താരം. ന്യൂസ് 18 പാലക്കാട്. ബോളിവുഡ് താരം രവീണ ടണ്ടന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പിന്റെ പിന്നിലെ സത്യമെന്താണ്? ട്വിറ്ററിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും വ്യാപകമായി പ്രചരിക്കുന്ന കുറിപ്പ് ടണ്ടന്റേതാണോ? മുന്നൂറ് വർഷം മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിട്ടും 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടും ഇന്ത്യ മുസ്ലിം രാജ്യമോ ക്രിസ്ത്യൻ രാജ്യമോ ആയിട്ടില്ല. പിന്നെന്തിനാണ് തങ്ങളുടെ മതം ന്യൂനപക്ഷമാകുന്നുവെന്ന ഭയത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത്? ആരിൽ നിന്നാണ് അങ്ങനെയൊരു ഭീഷണി? ഇങ്ങനെയൊരു കുറിപ്പിനുള്ള മറുപടിയായിട്ടാണ് രവീണ ടണ്ടന്റെ പേരിൽ പ്രചരിക്കുന്ന കുറിപ്പ്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായതിനാലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യക്ക് നഷ്ടമായത്. അതുപോലെ അസമിലും കേരളത്തിലും ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നുവെന്ന സന്ദേശമാണ് രവീണ ടണ്ടന്റെ പേരിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത വ്യാജമാണ്. രാജ്നായിക്കിന്റെ ട്വിറ്റർ സന്ദേശം കണ്ടിട്ട് പോലുമില്ലെന്നാണ് രവീണ ടണ്ടന്റെ മറുപടി. രവീണ ടണ്ടനെ പ്രശംസിച്ചുകൊണ്ടാണ് പല ഗ്രൂപ്പുകളിലും ഈ വ്യാജവാർത്ത പ്രചരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച ട്രെയിൻ ടിക്കറ്റുകൾ വിതരണം ചെയ്തതിന് 3 റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉത്തർപ്രദേശിലെ ബാരാബങ്കി റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരാണ് സസ്പെൻഷനിലായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിലാണ് നടപടി. നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച ടിക്കറ്റുകൾ യാത്രക്കാർക്ക് വിതരണം ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയതിന് പിന്നാലെ എയർ ഇന്ത്യയും ഗോ എയറും ടിക്കറ്റുകൾ പിൻവലിച്ചിരുന്നു. ട്രെയിൻ ടിക്കറ്റുകൾക്കും ഈ ഉത്തരവ് ബാധകമായിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബരാബങ്കി റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാർ ടിക്കറ്റുകൾ വിതരണം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റേതാണ് നടപടി. रेल प्रशासन के संज्ञान में भी जैसे ही तथ्य आया तो उन्होंने बताया कि इमीडिएट तत्कालिक प्रभाव से 2 उनके जो है कर्मचारियों को निलंबित कर दिया गया है. उसमें एक श्री संतोष कुमार जी RS सेकंड और मैडम चित्रा कुमारी CRS, इसको सस्पेंड कर देगा. उसका मैसेज था. നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ യാത്രക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടെങ്കിലും ഫലമില്ലാതെ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിവരമറിയിച്ചത്. തുടർന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പരാതി യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായതോടെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു. സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ഭാര്യ പൂനം സിൻഹ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ പൂനം ലക്നൌവിൽ മത്സരിക്കും. പൂനത്തെ കോൺഗ്രസും പിന്തുണച്ചേക്കും. ലക്നൌ പാർലമെന്റ് മണ്ഡലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ കിട്ടാതെ SP BSP സഖ്യം വലയുമ്പോഴാണ് പൂനത്തിന്റെ കടന്നുവരവ്. ബോളിവുഡിലെ താരവും
ശത്രുഘ്ൻ സിൻഹയുടെ ഭാര്യയുമാണ് പൂനം സിൻഹ. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവിൽ നിന്ന് SP അംഗത്വത്തിനൊപ്പം ലക്നൌ സീറ്റും കൂടിയാണ് പൂനം ഏറ്റുവാങ്ങിയത്. മണ്ഡലത്തിൽ കോൺഗ്രസ് ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പൂനത്തെ കോൺഗ്രസും പിന്തുണച്ചേക്കുമെന്നാണ് സൂചന. സീറ്റുമായി ബന്ധപ്പെട്ട് ശത്രുഘ്ൻ സിൻഹ കഴിഞ്ഞയാഴ്ച അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. मैं बधाई देना चाहता हूं पूनम जी को कि उन्होंने समाजवादी पार्टी की सदस्यता ली है और अच्छा ये है कि डिम्पल सांसद जो खुद चुनाव में लड़ रही हैं उन्होंने सदस्यता दिलाई है. हमें उम्मीद है कि पार्टी की नीतियों को और कार्यक्रमों को आगे बढ़ाएंगी. പൂനത്തെ കോൺഗ്രസ് കൂടി പിന്തുണച്ചാൽ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയെയാകും രാജ്നാഥ് സിംഗ് നേരിടേണ്ടി വരിക. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിൽ തന്നെ രാജ്നാഥിനെ തളച്ചിടാനാകുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. പട്ന സാഹിബ് മണ്ഡലത്തിലെ സിറ്റിംഗ് MP-യായ ശത്രുഘ്ൻ സിൻഹ BJP വിട്ട് ഇക്കുറി കോൺഗ്രസ് ടിക്കറ്റിലാണ് അതേ സീറ്റിൽ മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് എതിരാളി. ചുരുക്കത്തിൽ ശത്രുഘ്ൻ സിൻഹയും ഭാര്യയും BJPയുടെ 2 ദേശീയ നേതാക്കളോട് ഏറ്റുമുട്ടുകയാണ്. അതും 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വോട്ടിൻ്റെ വോട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം.